ഹലോ നമസ്കാരം. രാധാസ്വാമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളുടെ ചെമ്പനീർ പൂവിൻ്റെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ രവിയും കുടുംബമൊക്കെ കൂടെ നാട്ടിലെ അച്ചമ്മയുടെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ. അച്ചമ്മ പൊങ്കലിന് ചെല്ലാൻ വേണ്ടി പറഞ്ഞിരിക്കുകയല്ലേ. അപ്പോൾ എല്ലാവരും പോയി ബാഗൊക്കെ പാക്ക് ചെയ്യാണ്. എല്ലാവരും ബാഗൊക്കെ കൊടുന്ന് വെക്കുന്നു. അപ്പോൾ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, നീ എൻ്റെ സ്വെറ്റർ എടുത്ത് വെച്ചോന്ന്. അപ്പോൾ ശ്രുതി അറിയാം, ഞാൻ എടുത്ത് വെച്ചിട്ടില്ല എന്ന് പറയും. എന്നാൽ ഒന്ന് എടുത്തിട്ട് വാ അറിയും. ശ്രുതി പോയി എടുത്തോ, എനിക്ക് വേറെ പണിയുണ്ട് പറയും. അപ്പോൾ എനിക്കിവിടെ വേറെ പണിയുണ്ട് എന്ന് പറയും. പിന്നെ അയാളെന്നെ അറിയാം എന്ത് പണിയല്ലേ. എന്നിട്ട് അങ്ങനെ അയാളും പോവും. അത് കഴിഞ്ഞ് നമ്മുടെ സച്ചിയും രേവതിയും കൂടെ ബാഗും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ രേവതി ചോദിക്കും, സച്ചിയേട്ടാ അച്ചമ്മയ്ക്ക് വാങ്ങിയ സാരി എടുത്ത് വെച്ച് ചോദിക്കുമ്പോൾ അശോ ഇല്ല ഞാൻ മറന്നു പറയും, ഒന്ന് പോയി എടുത്തിട്ട് വാന്ന് പറയും. അപ്പോൾ രേവതിയും പോവും മോളിക്ക് സാരി എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അപ്പോൾ നമ്മുടെ രവി ഇങ്ങനെ ഫോണിൽ സംസാരിക്കുന്നത് കേൾക്കാം. അശോക ഞങ്ങൾ എല്ലാവരും കൂടെ പോവുകയാണ് പൊങ്കലിന്, അമ്മ ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ട്, കുറച്ച് ദിവസം ഒരാഴ്ച ഇവിടെ ഇല്ല, നാട്ടിലാണ്, നമ്മുടെ കൂടെയാണ്. പിന്നെ നല്ല ഗ്രാമല്ലേ, എന്താ ഭംഗി കാണാനറിയോ എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ നമ്മുടെ ചന്ദ്രയ്ക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അതൊക്കെ കേട്ടിട്ടേ. പിന്നെ വലിയ ലണ്ടനാണല്ലോ ഇപ്പോൾ ഇത് കാണാൻ വലിയ ഭംഗി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ സച്ചി ഇങ്ങനെ നോക്കും, സച്ചിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ പിന്നെ അമേരിക്കയ്ക്ക് ടൂറിന് പോണ പോലെയാണ് ഇപ്പോൾ ഈ പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ എന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര പറയുകയാണ്. അപ്പോൾ രവി അതൊന്നും ശ്രദ്ധിക്കില്ല. രവി ഭയങ്കര ത്രില്ലില്ല, നമ്മുടെ അടുത്ത് പോയി കുറച്ച് ദിവസം നിൽക്കാം എന്നുള്ള ഇതിലാണ് രവി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ സച്ചി പറയും, അച്ഛാ നമുക്ക് അടുത്ത ടൂർ അമേരിക്കയ്ക്ക് ആക്കണം എന്ന് പറയും. അമേരിക്കയ്ക്കോ, അതെന്താ? അല്ല നമ്മുടെ അമ്മയ്ക്ക് നമ്മുടെ നാടൊന്നും അത്ര പിടിക്കില്ല, നാടിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഇന്നത്തെ ടൂർ അമേരിക്കയ്ക്ക് ആയിക്കോട്ടെ, എല്ലാവർക്കും കൂടെ അമേരിക്കയ്ക്ക് അങ്ങോട്ട് പോവാം എന്ന് പറയും. അപ്പോൾ പറയും, നീ ചന്ദ്രേ പിന്നെ നമ്മുടെ ജന്മനാടിനെ കുറ്റം പറയരുത്, അത് അച്ഛനെയും അമ്മേനെയും പറയുന്ന പോലെയാണ് എന്നൊക്കെ പറയും. ഞാൻ കുറ്റമായിട്ട് പറഞ്ഞതൊന്നും അല്ല എന്ന് പറയും. എനിക്ക് അങ്ങോട്ട് വരുന്ന ഇഷ്ടമല്ല, നാട്ടിൻ പ്രദേശമല്ലേ, പിന്നെ അമ്മ ലണ്ടനിലല്ലേ ജനിച്ചു വളർന്നത് എന്നൊക്കെ ഇങ്ങനെ സച്ചി ഇങ്ങനെ പറയുകയാണ്. അപ്പം രവിയുടെ വെറുതെ ഇവൻ ഓരോരോ പ്രശ്നം ഉണ്ടാക്കുകയാണെന്ന് പറയും. ഞാൻ പ്രശ്നം ഉണ്ടാക്കിയൊന്നുമില്ല, അമ്മ പറഞ്ഞതാണ്, അമ്മയുടെ വർത്തമാനം കേട്ടാൽ തോന്നും അമ്മ എവിടെയെങ്കിലും ലണ്ടനിലോ മറ്റോ ജനിച്ചത് വളർന്ന പോലെയാണ് അമ്മയുടെ സംസാരം അങ്ങനെ പറയും സച്ചി. അപ്പോൾ പറയും, നീ സാധാരണ സ്ഥലത്തല്ലേ, ഈ നാട്ടിൽ തന്നെയല്ലേ ജനിച്ചതും വളർന്നതും, ഞങ്ങൾ ഗ്രാമത്തിലൊന്നുമല്ല എന്നിങ്ങനെ പറയും. ഗ്രാമത്തിൽ പോയി താമസിക്കുമ്പോൾ അറിയാം അതിൻ്റെ സുഖ സൗന്ദര്യം എത്ര ഉണ്ട് എന്നുള്ളത്. അങ്ങനെ എല്ലാവരും വരികയാണ്. സച്ചി, രേവതി, ശ്രുതി, സുധി, രവി, ചന്ദ്ര ഒക്കെ ഉണ്ട്. അപ്പോൾ ചന്ദ്ര നമ്മുടെ ശ്രുതിയോട് ചോദിക്കണേ, മോളെ ശ്രുതി, ഇളയച്ചൻ പോന്നു അവിടുന്ന് പുറപ്പെട്ടോ എന്ന് നോക്കുമ്പോൾ, ഇളയച്ചൻ നേരത്തെ ബസ് കയറി എന്ന് പറയും. ബസ്സോ? അപ്പോൾ എല്ലാവരും അങ്ങനെ പരസ്പരം നോക്കും. ബസ് കയറി എന്ന് പറയുമ്പോൾ എല്ലാവരും ബസ്സോ? അപ്പോൾ സച്ചിന് ബസ്സോ? അച്ഛാ മലേഷ്യയിൽ നിന്ന് ഇങ്ങോട്ട് ബസ്സുണ്ടോ അച്ഛാ? ബസ്. അപ്പോൾ അപ്പോഴാണ് ഇവളുടെ വായിൽ അബദ്ധം പറ്റിയ പോലെ. ബസ് എന്ന് പറഞ്ഞാൽ ഈ എയർപോർട്ടിൽ ഉണ്ടാവുമല്ലോ ബസ്, ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് പോകാനുള്ളത്, അതാണ് എന്നൊക്കെ ഇങ്ങനെ പറയും. അതാണോ? അത് കയറി എന്നാണ് ഞാൻ പറഞ്ഞത് പറയും. അപ്പോൾ അങ്ങനെ എന്നറിയും സുധി ഇവളെന്താ പറയണെന്ന് വെച്ചാൽ അതുപോലെ ഏറ്റുപിടിക്കാൻ നടക്കുന്നതാണ്. അപ്പോൾ പറയും, വരുമ്പോൾ അറിയില്ലേ, നീ ലൊക്കേഷൻ വിട്ടു കൊടുക്കണം, ഞങ്ങളുടെ ഗ്രാമമാണ്, അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ വിട്ടു കൊടുക്കണം എന്നറിയും സുധി. സുധി ഒരു മണങ്ങുണോസൻ, എന്താ പറയുക, അതിൽ പറയും, അത് ഞാൻ വിട്ടു കൊടുത്തോളാം, സുധി ഒരു കാര്യം ചെയ്തോ, എൻ്റെ ഫോണിലേക്ക് വിട്ടോ, ഞാനത് ഇളയച്ചന് വിട്ടു കൊടുത്തോളാം എന്നൊക്കെ പറയും. അപ്പോൾ രവി ചോദിക്കുക, ഇളയച്ചനോ? അങ്ങനെ ഒരു ഇളയച്ചനെ പറ്റി പറഞ്ഞിട്ടില്ലല്ലോ, ഇളയച്ചനെ പറ്റി എന്നോട് ഞാൻ സംസാരിച്ചതില്ലേ ഇളയച്ചനെ പറ്റിയിട്ട്, ഇളയച്ചനൊക്കെ ഉണ്ട് എന്നൊക്കെ പറയും ചന്ദ്ര. അപ്പോൾ പറയും, അതെന്താ ശ്രുതി നിൻ്റെ അച്ഛൻ വരാത്തത്? അപ്പോൾ അച്ഛൻ സ്ഥലത്തില്ല എന്ന് പറയും. അപ്പോൾ ശ്രുതി അറിയും ലണ്ടനിൽ പോയി എന്ന് പറയും. ലണ്ടനിലോ? അപ്പോൾ ശ്രുതി ലണ്ടനിൽ പോയി എന്ന് പറയുമ്പോൾ ശ്രുതി ചന്ദ്രനോട് പറഞ്ഞിട്ടുണ്ടാവും ജർമ്മനിയിലാണ്. അപ്പോൾ ജർമ്മൻ വഴി അങ്ങനെ ലണ്ടനിൽ പോയി എന്ന് പറയും കേട്ടോ. അപ്പോൾ പിന്നെ എല്ലാം കൺഫ്യൂഷനാണ്. എന്നാലും അച്ഛനൊന്ന് വരായിരുന്നു എന്ന് പറയും രവി. അപ്പോൾ അത് ബിസിനസ് തിരക്കായിട്ടില്ല, എന്ത് ബിസിനസ്, മകളുടെ സന്തോഷത്തിലും വലുതായിട്ട് എന്ത് ബിസിനസ്സാണ് ഉള്ളത് എന്നിങ്ങനെ പറയും അയാൾ. അപ്പോൾ ശരി, എവിടെ നീ ശ്രീകാന്തും വർഷയ്ക്ക് എവിടെ വരാത്ത എന്താണെന്ന് പറയും. അപ്പോൾ അവിടെ വർഷയും ശ്രീകാന്തും ഭയങ്കര ചർച്ചയിലാണ്. അപ്പോൾ വർഷ പറയും, നിങ്ങൾ പോയിക്കോ, എനിക്ക് അവിടെ കംഫർട്ടബിൾ ആവുമെന്ന് തോന്നുന്നില്ല, കാരണം എനിക്ക് ഒന്നാമത് എനിക്ക് 2-3 സീരിയലിന് ഡബ്ബിങ് ഉണ്ട്, അത് കഴിയാണ്ട് എനിക്ക് പറ്റില്ല എന്നൊക്കെ പറയും. നിങ്ങൾ പോയിക്കോ, ഞാൻ ഒരാഴ്ച വീട്ടിൽ പോയി നിന്നോളാം എന്ന് പറയും. അപ്പോൾ ചന്ദ്ര വിളിക്കാൻ വരികയാണ്. അവർ രണ്ടാളെയും വിളിക്കാൻ വരുന്ന സമയത്ത് ചന്ദ്ര ഇതൊക്കെ നിന്ന് കേൾക്കുക. അപ്പോൾ പറയും, നീ എന്താ ഈ പറയുന്നത് ശ്രീകാന്ത്? നീ ശ്രീകാന്ത് പറയും, നീ എന്താ പറയണ വർഷേ?
അച്ഛമ്മോട് നീ ചെല്ലാന്ന് പറഞ്ഞതല്ലേ. പക്ഷേ ശ്രീകാന്ത് അവിടെ എനിക്ക് ശരിയാവും തോന്നുന്നില്ല. ചെറിയ വീടല്ലേ അവരുടെ വീട്, മുറികളൊക്കെ ചെറുതെന്നൊക്കെയല്ലേ പറഞ്ഞത്. എനിക്കത് അവിടെ ശരിയാവില്ല അങ്ങനെ എങ്ങനെയാണ്. അതൊക്കെ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക, നീ വാ, അല്ലെങ്കിൽ അച്ഛമ്മയ്ക്ക് ആകെ വിഷമാവില്ലേ എന്നൊക്കെ ഇങ്ങനെ കുറേ താഴ്മയോട് കൂടി സംസാരിക്കുമ്പോൾ അവൾ വലിയ ഇതില്ലാതെ വേണോ വേണ്ടേ എന്നുള്ളത്. അപ്പോൾ ചന്ദ്ര വന്നിട്ട് പറയും, മോളെ നീ വാ, നിനക്ക് അവിടെ ഉള്ളതൊക്കെ ഞാൻ ശരിയാക്കി തരാം, ആൻറ്റി ശരിയാക്കി തരാം, നിനക്ക് ഒന്നിനൊരു ബുദ്ധിമുട്ടുണ്ടാവാതിരുന്നാൽ പോരെ, അത് ഞാൻ നോക്കിക്കോളാം, നീ പുറപ്പെടുക എന്ന് പറയും. എല്ലാവരും നിങ്ങളെ കാത്തു നിൽക്കാമെന്ന് പറയും. അപ്പോൾ അതെ അതെ എന്ന് അറിയാണ് ശ്രീകാന്ത്. അങ്ങനെ അവർ രണ്ടാളും കൂടെ ഒന്ന് വേഗം നോക്കുന്നു പറഞ്ഞിട്ട് അങ്ങനെ ചന്ദ്ര അങ്ങോട്ട് പോകും കേട്ടോ. അത് കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി ബാഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ എല്ലാവരും എല്ലാതും എടുത്തല്ലോ അല്ലേ, ബാഗ് എടുത്തല്ലോ എന്ന് രവി ചോദിക്കുമ്പോൾ അച്ഛാ ഞാനെടുത്തു, രവി ഞങ്ങൾക്ക് വേണ്ടതൊക്കെ എടുത്തു, മറ്റുള്ളവരതൊന്നും എനിക്കറിയില്ല എന്ന് പറയും. അപ്പോൾ 2 കാറാണ്. അപ്പോൾ ഒന്ന് സച്ചിയുടെ ഫ്രണ്ടിൻ്റെ കാറും കൂടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ കാറ് കയറുന്നതായി. അതിൽ പറയും എന്താണ്, സുധിയും ശ്രുതിയും വർഷയും ശ്രീകാന്തും കൂടെ ഒരു കാറിൽ കയറും. അതായത് സച്ചിയുടെ ഫ്രണ്ടിൻ്റെ കാറിൽ, സച്ചിയും രേവതിയും ചന്ദ്രയും പിന്നെ രവിയും കൂടെ ഒരു കാറിൽ. അപ്പോൾ പറയും പിന്നെ എന്നാൽ ശ്രുതി നീ ഇതിലേക്ക് കയറുമ്പോൾ, അയ്യോ ഞാനില്ല, അയാൾ വായ വെറുതെ ഇരിക്കില്ല. അപ്പോൾ വർഷം ഞാനും ഇല്ല എന്നറിയും, രവതി ചേച്ചിയുടെ ഭർത്താവ് വെറുതെ ഇരിക്കില്ല എന്നൊക്കെ പറയും, ഇങ്ങനെ പറഞ്ഞിട്ട്. അങ്ങനെ അവസാനം എല്ലാവരും കൂടെ കാറ് കയറി, എന്നാൽ സൂക്ഷിച്ച് വരണേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കാറ് പോവുകയാണ്. പാടത്ത് കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വണ്ടി കേട്ടോ. അപ്പോൾ പാടം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വശം പാടം, നടുക്കൂടെ റോഡ്, ഇങ്ങനെ ടൗണൊക്കെ വിട്ട് ഒരു ഗ്രാമപ്രദേശം പോലുള്ള സ്ഥലത്തേക്ക് കയറിയിട്ട് വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ എന്തൊരു ഭംഗി അവിടെ കാണാൻ എന്നൊക്കെ ഇങ്ങനെ പറയുക. അപ്പം ചന്ദ്ര പറയുക, പിന്നെ കണ്ടത് എന്തായാലും മതി, ഇവിടെയൊക്കെ വന്നിട്ട് എങ്ങനെ താമസിക്കാനാണ്, ഇതാണ് അങ്ങനെ ഒരു 100,000 കുറ്റങ്ങൾ പറയുന്നുണ്ട്. എങ്ങനെ താമസിക്കുക, അപ്പടിയാണ് ഇപ്പടിയാണ്, ഇതാണെന്നൊക്കെ പറയാം. അപ്പോൾ പറയുന്നത് എനിക്കത് അറിയില്ല, അത് എനിക്ക് എന്തൊരു സന്തോഷമാണെന്ന് അറിയോ എന്നൊക്കെ പറയുകയാണ് രവി. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, എനിക്ക് ഭയങ്കര സന്തോഷമായി, നാട്ടിലേക്ക് എത്തിയ സന്തോഷമാണ് ആ മനുഷ്യന്. അപ്പോൾ നമ്മുടെ എന്താ പറയുക, രേവതി ഇതാ നോക്കി സച്ചിയേട്ടാ, അത് കണ്ടോ എന്തൊരു ഭംഗിയല്ലേ അങ്ങോട്ട് കാണാൻ. അപ്പോൾ അവൻ ഇങ്ങനെ ആസ്വദിക്കുകയാണ് സച്ചി, കാരണം സച്ചി അവിടെയാണ് തോന്നുന്നു വളർന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം അയാൾക്കുണ്ട്. അപ്പോൾ സച്ചി, അപ്പോൾ അവൾ ഇതാണ്ടേ കൊറ്റി കണ്ടോ പറക്കുന്നത് സച്ചിയേട്ടാ എന്ന് പറയുമ്പോൾ, പിന്നെ ആദ്യമായിട്ടില്ലേ കൊട്ടിയിൽ കാണുന്നത് എന്ന് പറയും ചന്ദ്ര. അങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ പറയും. അപ്പോൾ ചന്ദ്രനോട് ആദ്യമേ രവി പറയും, ഇതാ നിൻ്റെ നാവ് വെറുതെ വെച്ചോ, പിന്നെ അതേപോലെ നീ അവിടെ ചെന്ന് കഴിഞ്ഞാൽ രേവതിയെ ഓരോന്ന് പറഞ്ഞ് താഴ്ത്തിക്കാട്ടാനോ കുറ്റപ്പെടുത്താനോ നിൽക്കരുത്. നിനക്ക് അമ്മയുടെ സ്വഭാവം നിനക്കറിയാലോ, രേവതി ആരും എന്ത് പറയുന്നതും അമ്മയ്ക്ക് ഇഷ്ടമല്ല, വെറുതെ അതിന് നിൽക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ നിവർത്തിയില്ലാണ്ട് വായും പൂട്ടി ഇരിക്കുകയില്ലാണ്ട് നിവർത്തിയില്ലേ ചന്ദ്രയ്ക്ക്. അപ്പോൾ ഈ പറയാൻ പറ്റുന്ന അത്രയും കാറിലിരുന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അതിൽ പിന്നെ നമ്മൾ സച്ചി അതിന് നല്ല മറുപടിയും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രവി പറയുന്നുണ്ട്, സച്ചി നീ മിണ്ടാണ്ട് വണ്ടി ഓടിക്കുക, ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുക എന്ന് പറയും. പിന്നെ പിന്നിൽ വരുന്ന കാറിൽ നമ്മളെ ശ്രുതി ആകെ വായും പൊളിച്ച് അന്തം വിട്ടിരിക്കുകയാണ്. കാരണം അപ്പോൾ ശ്രുതി ചോദിക്കുന്നത്, നിനക്കെന്താ പറ്റി, നീ എന്താ മിണ്ടാണ്ടിരിക്കുന്നത്, ഇളയച്ചൻ വരുമല്ലേ പോന്നിട്ടുണ്ടാവില്ലേ, ഇതൊരു 100,000 സംശയമാണ് അമ്മയ്ക്കും മകനും. അപ്പോൾ പറയാം, പോന്നിട്ടുണ്ടാവും, ഇപ്പോൾ എപ്പോഴേക്കും എത്തുക അറിയും, ചിലപ്പോൾ ഇന്ന് ഈവനിങ് അല്ലെങ്കിൽ നാളെ മോർണിംഗ് എന്നൊക്കെ ഇങ്ങനെ പറയുക. അവൾ മനസ്സിൽ പ്രാർത്ഥിക്കുകയാണ്, ഞാൻ ഇത് കള്ളം പൊളിഞ്ഞാൽ പോയി, പെട്ടു. അപ്പോൾ അതിങ്ങനെ അവളാണ് അത് പേടിച്ചിരിക്കുകയാണ്. അപ്പോൾ വർഷയുടെ മുഖത്തിന് വലിയ തെളിച്ചല്ല. അപ്പോൾ വർഷ പറയുന്നുണ്ട് ശ്രീകാന്തിനോട്, എനിക്ക് വരേണ്ടിയിരുന്നില്ല, നിങ്ങൾ പോയാൽ മതിയായിരുന്നു, എനിക്ക് എൻ്റേതായ കാര്യങ്ങളുണ്ടായിരുന്നു, ഇതെന്നൊക്കെ പറയും. അപ്പോൾ നിനക്ക് അറിയാഞ്ഞിട്ടോ, അങ്ങോട്ട് നോക്ക്, നീ ഒന്ന് ആസ്വദിക്കുക, പുറത്തെ ഭംഗി എന്തൊരു ഭംഗിയാക്കെ ഒന്ന് ആസ്വദിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നിട്ട്. അങ്ങനെ 2 കാറിലും കൂടെ സംഭാഷണം. അപ്പോൾ ഇടയ്ക്ക് ചന്ദ്ര പറയുന്നുണ്ട്, എന്താണ് ശ്രുതിയുടെ ഇളയച്ചൻ വരുമ്പോൾ നന്നായി തന്നെ സ്വീകരിക്കണം, പിന്നെ പനിനീര് തളിച്ചിട്ട് വേണം സ്വീകരിക്കാൻ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ നമ്മുടെ സാച്ചി പറയാം, അച്ഛാ നമ്മളെ വീടിൻ്റെ അപ്പുറത്തൊരു കുളമല്ലേ അച്ഛാ, ആ കുളത്തിലത്തെ വെള്ളം അങ്ങോട്ട് വറ്റിച്ചിട്ടേ അതിൽ ഫുൾ പനിനീരാണ്ട് നിറച്ചിട്ട് ഈ ഇളയച്ചനെ അതിലാണ്ട് മുക്കിയെടുത്താലോ നോക്കി. അപ്പോൾ നമ്മുടെ എന്താ പറയുക, ചന്ദ്രയ്ക്ക് ദേഷ്യം വരികയാണ് അതൊക്കെ കേൾക്കുമ്പോൾ. പിന്നെ നമ്മുടെ കട്ടിൽ മാറ്റി, മരക്കട്ടിലല്ലേ അതുകൊണ്ട് മാറ്റിയിട്ടൊരു സ്വർണ്ണക്കട്ടിലുണ്ടായിക്കോട്ടെ, എന്താടാ നീ കളിയൊക്കെയാണോ എന്ന് ചോദിക്കും ചന്ദ്ര. അപ്പോൾ പറയും, അല്ല അമ്മ പറഞ്ഞതിനൊരു ഇത് പറഞ്ഞതാണ് ഞാൻ അറിയും. അത് ശരിയാന്ന് പറയും രവി കേട്ടോ. അപ്പോൾ രേവതിയിട്ട് ചുരുക്കും ചെയ്യും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലും പോരുവിളിയും തമാശയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ യാത്ര വന്നുകൊണ്ടിരിക്കുകയാണ് 2 വണ്ടിയും. അപ്പോഴും ശ്രുതിയുടെ മനസ്സിൽ പേടി എന്താ വെച്ചാൽ, ദൈവമേ ഇതെങ്ങാനും പൊളിയോ
ബീരാങ്ക വന്നു കഴിഞ്ഞ് എന്തെങ്കിലും അബദ്ധം പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊളിഞ്ഞാകെ നാറാണക്കല്ല് പിടിക്കും. പിന്നെ ഇവരെന്നെ തച്ചോടിക്കുള്ളൂ ഇവിടുന്ന് ചെയ്യുക, എല്ലാം പൊളിയും. അപ്പോൾ എന്ത് ചെയ്യണം? അവൾ അതിൻ്റെ ടെൻഷനില്ല. നീ സന്തോഷമായിട്ട് ഇരിക്കുന്നൊക്കെ അവൻ പറയുന്നുണ്ട് ശ്രുതി. ആസ്വദിക്കുക, നല്ല രസമാണ്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവിടുന്ന് പിന്നെ അപ്പോൾ നമ്മുടെ അച്ഛമ്മ അങ്ങനെ കാത്തിരിക്കുക അവർ വരുന്നത്. കാരണം രാവിലെ മുതൽ ഇപ്പോൾ അവൻ വെയിറ്റ് ചെയ്യുന്നതാന്ന് തോന്നുന്നു, പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ്. ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ചിരിയും വർത്തമാനമൊക്കെ കേൾക്കുമ്പോൾ അച്ഛമ്മ അങ്ങനെ നീച്ചു നിന്ന് നോക്കുമ്പോൾ എല്ലാവരും കൂടെ അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് എല്ലാവരും മറ്റേ ആൺകുട്ടികൾ 3 തോളിൽ കൂടെ കൈയിട്ടിട്ടും ഇവർ സച്ചിയും സുധിയും ശ്രീകാന്തും ഇങ്ങനെ കയ്യിൽ ബാഗും ഒക്കെ ആയിട്ട് 3 ഇങ്ങനെ തോളിൽ കൂടെ കൈയിട്ട് ഇങ്ങനെ ചിരിച്ചുല്ലസിച്ച് വരികയാണ്. മരുമക്കൾ 3 അത് ഇങ്ങനെ അമ്മായിയമ്മയും കൂടെ തോളത്ത് കൈയിട്ടിട്ട് അങ്ങനെ ഹാപ്പി ആയിട്ട് വരിക. രവി അവരുടെ കൂടെ കൂടി ഇങ്ങനെ എല്ലാവരും കൂടെ ഹാപ്പി സന്തോഷമായിട്ട് ഇങ്ങനെ വരുന്നത് ഇങ്ങനെ നോക്കി നിന്ന് ചിരിക്കുകയാണ്. കാരണം അവർക്ക് തോന്നുന്നുണ്ട് അവരെല്ലാവരും കൂടെ വരുന്നുണ്ട് എന്ന്. അപ്പോൾ അവരിങ്ങനെ നോക്കി നിന്ന് ഇങ്ങനെ ചിരിക്കുകയാണ്, കാരണം ഇവർ വരികയാണല്ലോ എന്നുള്ളതിൽ. അപ്പോൾ അവിടെ നിൽക്കുന്ന ജോലിക്ക് നിൽക്കുന്നവരാ തോന്നുന്നു, അവർ വന്നിട്ട് എന്താ പറ്റി, എന്താ നോക്കണേന്ന് പറയുമ്പോഴാണ് പെട്ടെന്ന് ഇവരിങ്ങനെ ഒരു സ്വപ്നം പോലെ അവരിങ്ങനെ ചിന്തിക്കുന്നതാണ്. അപ്പോൾ ഒന്നുമില്ല അറിയും, വന്നില്ല അല്ലേ, വരുമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണേ. അപ്പോൾ എത്ര നേരം ഇരിക്കണം ഇനി എന്ന് ചോദിക്കുകയാണ് വർഷ ഡ്രൈവറോട്. അപ്പോൾ അയാൾ പറയും കണ്ണടച്ച് ഒരു 3-4 പാട്ട് കേട്ടോളൂ, അപ്പോഴേക്കും നമുക്ക് അവിടെ എത്താം എന്നിങ്ങനെ പറയുകയാണ്. അത് കഴിയുമ്പോൾ പിന്നെ കാണുമ്പോൾ ഈ വണ്ടി വന്ന് നിൽക്കുകയാണ് അവരുടെ ഗേറ്റിൻ്റെ പുറത്ത്. ഉള്ളിലേക്ക് കയറുന്നില്ല, പുറത്ത് റോഡിലാണ് നിൽക്കുന്നത്. വഴിയാണ്, പഴയ ഊടുവഴികൾ പോലത്തെ കുറച്ച് വീതിയുള്ള വഴികൾ. അവിടെ വണ്ടി നിർത്തി എല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നതൊക്കെയാണ്. അപ്പോൾ ഇറങ്ങുമ്പോൾ ശ്രുതി ഇറങ്ങും. അപ്പോൾ ശ്രുതിയോട് ഞാൻ പെട്ടിയൊക്കെ എടുത്തിട്ട് വരാം, നിനക്കെന്താ പറ്റിയത്, നിനക്കൊരു സന്തോഷമല്ലല്ലോ, എന്താ പറ്റിയത് നിനക്ക് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എനിക്ക് ഭയങ്കര സന്തോഷമാണെന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനെ ചിരിച്ച് അഭിനയിക്കുകയാണ്. പെട്ടിയും കാര്യങ്ങളൊക്കെ എടുത്ത് എല്ലാവരും കൂടെ ഇറങ്ങി വീട്ടിലേക്ക് അങ്ങനെ പോണതാണ്. എന്തായാലും പിന്നെ നമ്മളുടെ അച്ഛമ്മയുടെ അടുത്തേക്ക് എല്ലാവരും കൂടെ നടന്ന് ഭയങ്കര സന്തോഷമായിട്ട് എല്ലാവരും കൂടെ നടന്ന് ഇങ്ങനെ ചെല്ലുമ്പോൾ അച്ഛമ്മ അങ്ങനെ നോക്കി നിൽക്കുക. എന്താണ് ഇന്നത്തെ ചെമ്പന്നീർ പൂവിൻ്റെ എൻഡിങ്. അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട, കാണുക, നല്ല രസമുണ്ട്, നല്ലതാണ് എല്ലാവരും. പിന്നെ ആരും ഇപ്പോൾ എൻ്റെ വീഡിയോ അങ്ങനെ കാണുന്നില്ല, എല്ലാവരും ഒന്ന് കാണൂ പ്ലീസ്. കണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. ആരും മിസ്സാക്കരുത്, ദയവായി എല്ലാവരും ഒന്ന് കാണണേ പ്ലീസ്. മിസ്സാക്കരുതേ, അപേക്ഷയാണ്. താങ്ക് യു എല്ലാവർക്കും.